സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. നടനും സംവിധായകനുമായ വിജയൻ വി നായർ. സാഹിത്യത്തിന്റെ ഈറ്റില്ലം തന്നെയാണ് കോഴിക്കോട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൃശ്യകലയും സാഹിത്യവും സംഗീതവും അടങ്ങിയ നഗരമാണ് കോഴിക്കോട് എന്നതാണ് സത്യം. എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, MT വത്സല, UA ഖാദർ, NP മുഹമ്മദ്, ഉറൂബ്, ഇവരോടൊപ്പം തന്നെ തലയെടുപ്പുള്ള ആളായിരുന്നു നാടകാചാര്യൻ KT മുഹമ്മദ്, താജ്, ശാന്തൻ തുടങ്ങി യുവതലമുറയിലെ പ്രഗത്ഭരായ നാടകൃത്തുക്കൾ. നാടകം ഉറന്നു വീണ കോഴിക്കോട് സംഗീതത്തിന്റെ കാര്യത്തിലും പിന്നിലല്ല. കോഴിക്കോട് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഗാനമേളയാണെങ്കിലും നാടകമാണെങ്കിലും സാഹിത്യ ചർച്ചകളാണെങ്കിലും രാഷ്ട്രീയ ചർച്ച എന്താണെങ്കിലും ടൗൺ ഹാള് ഫുള്ളായി. അവരുടെ ഒരു പ്രോത്സാഹനം, ഈ തിരക്കിനിടയിലും നമ്മളെ വേർതിരിച്ചറിഞ്ഞ് നമ്മൾ അഭിനന്ദിക്കുക എന്നൊക്കെ പറയുന്നത് കോഴിക്കോടിന് മാത്രം നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എസ് കെ പൊറ്റക്കാടിന്റെ തെരുവിന്റെ കഥ എന്ന നോവല് ഞാൻ നാടകമാക്കി. പലരും എന്നോട് ചോദിച്ചു തെരുവിന്റെ കഥ എങ്ങനെ നാടകമാക്കുന്നു. അത് 10-40 ആക്ടേഴ്സിനെ വെച്ചിട്ട് ഞാൻ പറയഞ്ചേരി സ്കൂളിൽ കോഴിക്കോട് കളിച്ചു. അന്നത്തെ ഓഡിയൻസിനെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 5000-6000 ഒന്നും അല്ല ഓഡിയൻസ്, അത് പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട് നാടകം കാണാൻ കേൾക്കുക. അങ്ങനെ കോഴിക്കോട് സംഗീതമായാലും ടൗൺ ഹാളിൽ വന്നാൽ കാണാം ഗാനമേള നടക്കുകയാണെങ്കിൽ പ്രായമായ ആളുകൾ വരെ ഡാൻസ് കളിക്കുകയും അതിനനുസരിച്ച് താളം പിടിക്കുകയും പൂർണ്ണമായിട്ട് അതിനങ്ങ് ലയിക്കും അവർ. ഇത് തന്നെയാണ് കോഴിക്കോടിലെ എല്ലാ കലകളുടെയും വിജയത്തിനുള്ള പ്രത്യേക കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാടകം കളിക്കാൻ ഒരാളില്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ കോഴിക്കോടിനുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി വീണ്ടും ശക്തമായിട്ട്. പിന്നെ കേരളത്തിൽ പുരോഗമനപരമായ നാടകങ്ങൾക്ക് തുടക്കം കുറിച്ച് ശക്തമായ നാടകം അവതരിപ്പിച്ചത് കോഴിക്കോടാണ്. അത് അണിയറ എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഞാനൊക്കെ അഭിനയിച്ചതാണ് അതിനകത്ത്. അത് സംവിധാനം ചെയ്ത KR മോഹൻദാസ്. അത് കേരളം മുഴുവൻ ഞെട്ടിച്ചരിച്ചൊരു നാടകമായിരുന്നു അന്ന്. അതേപോലെ കോഴിക്കോട് യൂക്ക് വളരെ ശക്തമായ നാടകങ്ങൾ ചെയ്തൊരു ഗ്രൂപ്പാണ്. വർഷം 1-2 നല്ല പുതിയ നാടകങ്ങൾ ചെയ്യാം. എല്ലാം നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക പ്രേക്ഷകർ കോഴിക്കോടുണ്ട്. ആകാശവാണി കോഴിക്കോട്. അന്തിവെയിൽ നാടകം. ഡാനിയങ്കളും ഗ്രേസി ആൻറ്റിയും ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാ? പള്ളിയിലോട്ടാണേ കേറിക്കോ. ഞാനും അങ്ങോട്ടാ. അച്ഛനെ കണ്ട് മനസ്സറിഞ്ഞൊന്ന് കുമ്പസാരിക്കണം എനിക്ക്. മാത്യൂസ്. അതെ, മാത്യൂസ് തന്നെ. ജയിലിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തി. ഇന്നലെ രാത്രി തന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്ക് നിങ്ങളൊക്കെ ഉറങ്ങിപ്പോയിരുന്നു. വയസ്സന്മാരല്ലേ, ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞാനങ്ങ് തിരിച്ചു പോയത്. വഴിയിൽ നിന്ന് മാറി നിൽക്കുക, ഞങ്ങൾക്ക് പോകണം. പൊയ്ക്കോ. പോകുന്നുണ്ടെങ്കിൽ തന്നെ എവിടം വരെ പോകും നിങ്ങൾ? മതിയായില്ലേ നിനക്ക്? ഇല്ല ഗ്രേസി ആൻറ്റിയെ, ഇല്ല. 9 കൊല്ലം കിടന്നിട്ടും മതിയായിട്ടില്ല എനിക്ക്. വീണ്ടും തിരിച്ചു പോകണമെന്നുണ്ട്. അതിനു മുൻപ് എനിക്ക് അവളെ കാണണം. എൻ്റെ ട്രീസമോൾ എവിടെയാ നിങ്ങൾ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.